സപ്ലൈകോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ആവശ്യമായ പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സേവനം കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രം ഏത്? ബൈബാക്ക് മാർക്കറ്റിംഗ്. ചില്ലറ വ്യാപാരത്തിൽ പ്രധാനം നൽകുന്ന മാർക്കറ്റിംഗ് തന്ത്രം ഏത്? ഡിസ്പ്ലേ മാർക്കറ്റിംഗ്. ഉപഭോക്താവിന്റെ ചിന്തയും ആവശ്യവും മനസ്സിലാക്കി ഉൽപ്പന്നം രൂപപ്പെടുത്തിയാൽ അതിനെ എന്ത് പറയും? കസ്റ്റമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ്. കസ്റ്റമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ്. ഉൽപ്പന്നം കൂടുതൽ നാളുകളായും കേടാകാതെ സൂക്ഷിക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഏത്? പാക്കേജിംഗ്. ആഫ്റ്റർ സെയിൽ സർവീസ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഉപഭോക്തൃ സംതൃപ്തി നിലനിർത്താൻ. വിപണിയിൽ വില കുത്തനെ കുറച്ചുകൊണ്ടുള്ള തന്ത്രം ഏതാണ്? പെനട്രേഷൻ പ്രൈസിംഗ്. FDI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? FDI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന വാങ്ങൽ ഏത് തരത്തിൽ പെടുന്നു? ഡെഫേർഡ് പേയ്മെൻറ്റ് പർച്ചേസ്. ഡെഫേർഡ് പേയ്മെൻറ്റ് പർച്ചേസ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ചെലവ് പ്ലസ് ലാഭം ചേർത്ത് വില നിശ്ചയിക്കുന്ന രീതി കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. ഉൽപ്പന്നം ഭാവിയിൽ ലഭ്യമാകുമെന്ന് വാഗ്ദാനം ചെയ്ത് മുൻകൂട്ടി വില വാങ്ങുന്ന രീതി പ്രീ ബുക്കിംഗ്. പ്രീ ബുക്കിംഗ്. ഉപഭോക്താവിൻ്റെ ബുദ്ധി കവർന്നെടുക്കുന്ന പരസ്യരീതി. ഉപഭോക്താവിൻ്റെ ബുദ്ധി കവർന്നെടുക്കുന്ന പരസ്യരീതി ക്രിയേറ്റീവ് അഡ്വർടൈസ്മെൻറ്റ്. ഒരു ഉൽപ്പന്നം കുറച്ചു നാളുകൾക്കുള്ളിൽ നിരവധി കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള മാർഗം മാസ് മാർക്കറ്റിംഗ്. മാസ് മാർക്കറ്റിംഗ്. വെറും ലാഭം നോക്കാതെ ഉപഭോക്തൃ സംതൃപ്തിക്ക് മുൻഗണന നൽകുന്ന മാർക്കറ്റിംഗ് രീതി റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. സപ്ലൈകോയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉപഭോക്താക്കൾക്ക് മിതവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുക. ഉപഭോക്താക്കൾക്ക് മിതവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുക. വാൻ സെയിൽസ് എന്നതിൻ്റെ അർത്ഥം. വാൻ സെയിൽസ് എന്നതിൻ്റെ അർത്ഥം വാഹനത്തിലൂടെ നേരിട്ട് വിറ്റഴിക്കൽ. അളവിലധികം സ്റ്റോക്ക് വെച്ച് വിൽപ്പനക്കാർ നൽകുന്ന ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഏതാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ? പാക്കേജിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം ഉൽപ്പന്നം സംരക്ഷിക്കാനും ആകർഷണീയമാക്കാനും. ഉൽപ്പന്നം സംരക്ഷിക്കാനും ആകർഷണീയമാക്കാനും. ഉൽപ്പന്നത്തിൽ ചേർക്കുന്ന സവിശേഷതകൾ ഉപഭോക്താവിന് ആകർഷകമാകാൻ എന്തു ചെയ്യണം? വാല്യൂ അഡീഷൻ. എന്താണ് വാല്യൂ അഡീഷൻ? സപ്ലൈകോ സ്ഥാപിതമായ വർഷം 1974. 1974. സപ്ലൈകോയുടെ ചിഹ്നം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആൻസർ പാലം. ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ.